ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാനുള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൻ്റെ സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സിയാലിൻ്റെ ഷെയറുകൾ എങ്ങനെ വാങ്ങാം എന്നുള്ളതാണ്. അതിന് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്ത തരം സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ അതുള്ളവരെ കണ്ടെത്തുകയും അല്ലെങ്കിൽ ആ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നവരെ കണ്ടെത്തുകയും അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് അറിയുന്നവരെ കണ്ടെത്തി അവർ വഴി ട്രാൻസാക്ട് ചെയ്യാനേ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു റെഗുലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ചതിക്കുഴികളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് വേണം ഡീൽ ചെയ്യാൻ. ഫ്രോഡുകൾ ധാരാളമുള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ വളരെ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്നവരെ മാത്രമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇതിലെ ഒരു ഫോർമലായിട്ടുള്ളൊരു ബൈയിങ് സെല്ലിങ് അല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രൈസിൻ്റെ ഇതൊക്കെ ഡിമാൻഡിനനുസരിച്ച് വളരെ വലിയ രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മളുടെ സാധാരണ സ്റ്റോക്കുകൾ 5 പൈസ 10 പൈസയ്ക്കൊക്കെയാണ് ഓരോ ഓർഡറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരിക അല്ലേ. പക്ഷേ ഇത് 10-20 രൂപയുടെയൊക്കെ വ്യത്യാസത്തിലാണ് ട്രാൻസാക്ഷനുകൾ നടന്നുകൊണ്ട് പോവുക. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള വിശ്വസത തോന്നുന്ന ആളുകളുമായിട്ട് മാത്രം ഡീൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ബൈ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ആദ്യമായിട്ട് ഒരു കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറി ആയിട്ടുള്ള ഒരു ബ്രോക്കറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രോക്കറെ കണ്ടുപിടിക്കുന്നതിലും നല്ലത് 2-3 ബ്രോക്കർമാരെ കണ്ടുപിടിച്ച് അവരുടെ പ്രൈസും ലോട്ട് എത്ര എണ്ണം വെച്ച് എടുക്കണം മിനിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ കമ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ഒരു ഡീലിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ കസ്റ്റമർ മാസ്റ്റർ കോപ്പി അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറുമായിട്ട് കോൺടാക്ട് ചെയ്താലോ അവർ നിങ്ങൾക്ക് അയച്ചു തരും. ആ കോപ്പി പാൻ കാർഡ്, ആധാർ കാർഡ്, ക്യാൻസൽഡ് ചെക്ക്, ഇത്രയും കാര്യങ്ങൾ ഈ ഇൻ്റർമീഡിയറുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ എത്ര രൂപയാണോ ഉദ്ദേശിച്ചത് ആ പൈസ ഇപ്പോൾ 200 രൂപയ്ക്ക് 100 ഷെയർ ആണെന്നുണ്ടെങ്കിൽ 20,000 രൂപ ഈ ഇൻ്റർമീഡിയറിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അവരുടെ ബ്രോക്കറേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതും കൂടെ കൊടുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഇത് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനെ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോൺട്രാക്ട് നോട്ടും കൂടെ അവരുടെ അടുത്ത് നിന്ന് മേടിക്കുക. അങ്ങനെ കോൺട്രാക്ട് നോട്ട് കിട്ടി ഇത് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് CDSL എന്നോ NSDL എന്നോ പറഞ്ഞിട്ട് നമ്മളുടെ ബ്രോക്കറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെപ്പോസിറ്ററികളുടെ സൈറ്റിൽ ഇത് കൃത്യമായിട്ട് നമ്മളുടെ പാൻ നമ്പറിൽ ടാഗ് ആയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നോക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് സർവീസിലേക്ക് കോൺടാക്ട് 8848030018 ആണ്. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത് ബൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ പറ്റുന്നൊരു ഇൻ്റർമീഡിയറിനെ കണ്ടുപിടിച്ച് തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. കമൻറ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്.